بسم الله الرحمن الرحيم فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1332 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 79-80 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 79-80 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമിന്റെ സുദീർഘമായ ചരിത്രം വിവരണം ചെയ്ത് അതിനെ തുടർന്ന് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഉണർത്തിയതിനെ തുടർന്ന് സൂറത്തുൽ ഖസസിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഹാറൂനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരണങ്ങളാണ്. ഹാറൂൻ നിശ്ചയമായിട്ടും മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഖുർആൻ പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ചില വിശദാംശങ്ങളൊക്കെ ഹാറൂനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയുണ്ടായി. അങ്ങേയറ്റത്തെ സമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന ഹാറൂൻ തന്റെ സമൂഹത്തെ, ബനു ഇസ്രായേലിനെ, ഈജിപ്തിലെ മർദ്ദിത സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഭരണവർഗത്തോടും ഭരണത്തിന് സാരഥ്യം വഹിക്കുന്ന വ്യക്തികളോടും ചങ്ങാത്തം കൂടുകയും തന്റെ ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും സ്വന്തം സാമ്പത്തിക ശേഷിയിലും അതുപോലെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഭിക്ഷതയിലൊക്കെ മതിമറന്ന് അതിൽ അഹന്ത കാണിക്കുന്നവനായിക്കൊണ്ടാണ് ഹാറൂൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഹാറൂന്റെ സമ്പൽ സമൃദ്ധിയും അയാൾക്ക് സമൂഹത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്ന സ്വാധീനവും ഒക്കെ വെച്ചുകൊണ്ട് മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഒരു നിലപാട് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ ഹാറൂനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയാളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് ലാ തഫ്റഹ്, നീ വല്ലാതെ മതിമറന്ന് ആഹ്ലാദിക്കില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന അഹന്ത കൊണ്ട് നടക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നേയില്ല. എന്നാൽ
അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐശ്വര്യങ്ങളൊക്കെയും തന്നെ പാരത്രിക ജീവിതം സുരക്ഷിതമാക്കുന്നതിന് നീ പ്രയോജനപ്പെടുത്തുക. ഐഹിക ജീവിതത്തിന്റെ നിന്റെ വിഹിതം പ്രയോജനപ്പെടുത്തുന്നതിന് നീ മറക്കേണ്ടതുമില്ല. നിന്നോട് അള്ളാഹു ചെയ്തിട്ടുള്ള നന്മ, സമാനമായ നന്മ നീ മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി സന്നദ്ധനാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഹാറൂനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ആളുകളൊക്കെ പറയുകയുണ്ടായത്. ഹാറൂൻ സ്വന്തം സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതൊക്കെ എന്ന നിലക്കാണ് പ്രതികരിക്കുകയുണ്ടായത്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട്, സാമർഥ്യം കൊണ്ട്, അറിവ് കൊണ്ടൊക്കെയാണ് എനിക്ക് ഇതൊക്കെ നൽകപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ നിലപാടുകളെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണ് എന്ന വിധത്തിലാണ് ഹാറൂന്റെ മറുപടി. അങ്ങനെ ആളുകൾക്കിടയിൽ നിഗളിപ്പും അഹന്തയും ഒക്കെ കാണിച്ചുകൊണ്ട് ഹാറൂൻ അയാളുടെ സ്വാധീനവും സമ്പത്തും ഒക്കെ വെച്ച് അങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് അള്ളാഹു അയാൾക്കുള്ള താക്കീതായിട്ട് പറയുകയുണ്ടായ കാര്യം, അബലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, ഹാറൂന് മുന്നേയും അള്ളാഹു എത്രയോ തലമുറകളെ അവരുടെ നിഗളിപ്പിന്റെ കാരണത്താൽ നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവരൊക്കെയും ഹാറൂനേക്കാളും ശക്തന്മാരും ആൾബലമുള്ളവരും ജനപിന്തുണ ഉണ്ടായിരുന്നവരൊക്കെയാണ്. അവരോടൊന്നും അവരെയൊക്കെ വിളിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടതിന് ശേഷമല്ല അള്ളാഹു അവരുടെ കാര്യത്തിൽ അത്തരം നടപടികൾ സ്വീകരിക്കുകയുണ്ടായത് എന്ന കാര്യമാണ് ഹാറൂനെ കേൾപ്പിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഹാറൂനെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തില് ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി എന്ന് വായിച്ച ആ ഭാഗം നോക്കുക. ഹാറൂൻ തന്റെ ജനതയുടെ അടുക്കലേക്ക്, തന്റെ സമൂഹത്തിന്റെ അടുക്കലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു. ഫീ സീനതിഹി, എല്ലാവിധ സീനത്തുമായിട്ട്, എല്ലാവിധ സർവാഡംബര വിഭൂഷിതനായിക്കൊണ്ടാണ് അയാൾ ജനങ്ങളുടെ അടുക്കലേക്ക്, ജനങ്ങൾക്ക് വലിയ മതിപ്പ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരെ സ്റ്റാർട്ടിൽ ചെയ്യുന്ന വിധത്തിലാണ് ഹാറൂൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. തന്റെ സമ്പൽ സമൃദ്ധിയുടെയും സ്വാധീനത്തിന്റെയും ഒക്കെ ഒരു പ്രകടനം എന്ന നിലക്ക് തന്റെ വേഷഭൂഷാദികളൊക്കെ ആ വിധത്തില് ആഡംബരം നിറഞ്ഞതാക്കി മാറ്റിക്കൊണ്ടാണ് ഹാറൂൻ ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂനൽ ഹയാത്ത ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കണ്ടിട്ട് പറഞ്ഞു, യാ ലൈത ലന മിസ്ല മാ ഊതിയ ഖാറൂൻ, ഹാറൂന് നൽകപ്പെട്ടതുപോലെയുള്ളത് ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭൗതിക ജീവിത നേട്ടങ്ങളെ ആഗ്രഹിക്കുന്ന, ദുനിയാവിന്റെ വളവളപ്പ് കൊതിച്ച ആളുകൾ അസൂയ കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഹാറൂൻ ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത് എല്ലാവിധ ആഡംബരവും കാണിക്കുന്ന വിധത്തിലുള്ള വേഷഭൂഷാദികളുമായിട്ടാണ്, സർവാഡംബര വിഭൂഷിതനായിട്ടാണ് ഹാറൂൻ ആളുകളുടെ ഇടയിലേക്ക് ഒരു നാൾ ഇറങ്ങിച്ചെന്നത്. അപ്പോ അത് കണ്ട് ദുനിയാവിന്റെ വളവളപ്പില് കണ്ണഞ്ചി പോകുന്ന തരം ആളുകൾ
പറഞ്ഞത് ഹാറൂന്റെ ഒരു ഭാഗ്യം, അയാളെ പോലെയൊക്കെ ഞങ്ങൾക്കാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവര് പറയുകയുണ്ടായത്. അവർ പറഞ്ഞ വാക്കുകൾ ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്ന എങ്ങനെയാണ്? യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂന് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇന്നഹു ലദൂ ഹള്ളിൻ അളീം, വലിയ ഭാഗ്യവാൻ തന്നെയാണ് അയാൾക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. ഭൗതിക ജീവിതത്തിന്റെ പകിട്ട് വളരെയേറെ കാണിക്കുന്ന വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും വേഷഭൂഷാദികളും ഒക്കെ ആയാൽ അത് വലിയ സന്തോഷം പകരും എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ സാധാരണ ജനങ്ങൾ. സമ്പൽ സമൃദ്ധി, വലിയ ഭൗതിക ജീവിത ഐശ്വര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായാൽ എല്ലാം തികഞ്ഞു. അതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമായ സംഗതികൾ എന്നൊക്കെയാണ് ആളുകളുടെ ആ അഭിപ്രായ പ്രകടനം വെളിപ്പെടുത്തുന്നത്. ഹാറൂന് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അയാൾ വലിയ ഭാഗ്യവാൻ തന്നെയാണ് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. ഇന്നഹു ലദൂ ഹള്ളിൻ അളീം, വലിയ ഭാഗ്യവാൻ തന്നെയാണ് അയാൾ എന്ന്. വഖാലല്ലദീന ഊതുൽ ഇൽമ, എന്നാൽ ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ പറഞ്ഞത് അങ്ങനെയല്ല. അറിവ് നൽകപ്പെട്ട ആളുകൾ, വിശുദ്ധ ഖുർആൻ അങ്ങനെ ചില പരാമർശങ്ങൾ പലയിടത്തും നടത്തുന്ന കാണാൻ കഴിയും. ഊത്തുൽ ഇൽമ, അല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട, ദൈവിക ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ. യഥാർത്ഥത്തില് ദൈവിക വെളിപ്പാടുകളുടെയോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളുടെയോ ഒക്കെ സ്രോതസ്സുകളിൽ നിന്ന് ജ്ഞാനം നേടിയ ആളുകൾ ജീവിതത്തിന്റെ ശരിയായ സന്ദേശം എന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നിലപാട് ജീവിതത്തോട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഈ ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. ജീവിതം എന്താണ് എന്നത് ദൈവികമായ വെളിപ്പാടുകളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ നശ്വരതയെക്കുറിച്ച് അവർക്ക് അറിയാം. മരണശേഷം അവർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും അവർക്കറിയാം. അതുകൊണ്ട് ജീവിത വിഭവങ്ങളുടെ കാര്യത്തില് അവർക്ക് ആ ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനമേ ഉണ്ടാവുകയുള്ളൂ. പരിമിതമായ ഒരു കാലം മാത്രം ഭൂമുഖത്ത് ജീവിക്കേണ്ടി വരുന്നവരാണ് മനുഷ്യര്. അതിനുശേഷം അള്ളാഹുവിന്റെ അടുക്കല് ഈ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളുടെ കാര്യത്തില് അത് അമിതമായി വാരിക്കൂട്ടാനുള്ള വ്യഗ്രതയൊന്നും അവരിൽ ഉണ്ടാവില്ല. അള്ളാഹു നൽകിയിരിക്കുന്ന ഉത്തമമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാരത്രിക ലോക ജീവിതം വിജയകരമാക്കാനുള്ള പരിശ്രമങ്ങളിലായിരിക്കും അത്തരം ആളുകൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, ഖാലല്ലദീന ഊത്തുൽ ഇൽമ, ജ്ഞാനികളായ ആളുകൾ, ജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, വേദഗ്രന്ഥത്തിലും ദൈവിക വെളിപ്പാടുകളിലുമൊക്കെ അവയുടെയൊക്കെ പ്രയോജനം നേടിക്കൊണ്ട് കാര്യങ്ങളെ ശരിയായ വിധത്തിൽ നോക്കിക്കാണാൻ കഴിഞ്ഞ ആളുകൾ പറഞ്ഞത് വൈലക്കും. അവര് ജനങ്ങളോട് നൽകിയ പ്രതികരണം ഇതാണ്: കഷ്ടം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ. ഇതാണ് അവർ പറയുന്നത്. നിങ്ങൾ ഖാറൂന് നൽകപ്പെട്ട ഈ ഭൗതിക ജീവിത വിഭവങ്ങളുടെയും ജീവിതത്തിന്റെ പളപളപ്പിന്റെയും പേരിൽ അസൂയപ്പെടുകയാണോ? കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഖാറൂന് നൽകപ്പെട്ടിരിക്കുന്ന സമ്പൽ സമൃദ്ധിയും ഇല്ല, കാര്യങ്ങളെ ശരിയായ വിധത്തിൽ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ഉത്ബുദ്ധതയും നിങ്ങൾക്കില്ല. നിങ്ങളുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഇതാണ് വേദജ്ഞാനമുള്ള, അറിവ് നൽകപ്പെട്ട ആളുകൾ ഈ ജനങ്ങളോട് പ്രതികരിച്ചത്. ഹാറൂന് ഒരുപാട് സമ്പത്തുണ്ട്, അയാള് സുഖാഡംബരങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളുടെ കാര്യം വളരെ പരമദയനീയമാണ്.
നിങ്ങൾ അതിൽ വിലപിക്കുകയാണ്. ഖാറൂൻ എത്രയൊക്കെ കിട്ടി, ഞങ്ങൾക്ക് അത്രയൊന്നും ഉണ്ടായില്ല എന്ന ഒരു വിലപിക്കലാണ് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. ഇത് വളരെ ദയനീയമായ ഒരവസ്ഥ തന്നെയാണ്. വൈലക്കും, നിങ്ങൾക്ക് നാശം എന്നൊക്കെ പറയുന്നത് മഹാകഷ്ടമാണ് നിങ്ങളുടെ കാര്യം, പരമദയനീയമാണ് നിങ്ങളുടെ അവസ്ഥ. സവാബുല്ലാഹി ഖൈറുൻ, അള്ളാഹു തരുന്ന പ്രതിഫലവും അള്ളാഹു തരുന്ന വിഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഉത്തമമായത് കൂട്ടരെ. നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹു തൃപ്തിയോടുകൂടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. അതിലാണ് നിങ്ങൾക്ക് ബർക്കത്തുള്ളത്, നിങ്ങൾക്ക് നേട്ടമുള്ളത്. അള്ളാഹുവിന്റെ സവാബാണ് അത്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിങ്ങൾക്ക് സവാബായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉത്തമമായ ഏറ്റവും നല്ല വിഭവം അള്ളാഹു അയാൾക്ക് സവാബായിട്ട് നൽകിയിട്ടുള്ള, അയാളുടെ വിഹിതമായിട്ടും അയാൾക്കുള്ള പ്രതിഫലമായിട്ടും ഒക്കെ അള്ളാഹു നൽകുന്നത് എന്താണോ അതാണ് ഒരാൾക്ക് ഏറ്റവും ഉത്തമമായത്. അയാള് സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നുവെങ്കിൽ. ഇതാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഈ ആളുകള് ഈ വാക്കുകളാണ് ഖാറൂന്റെ സമ്പൽ സമൃദ്ധിയിൽ അസൂയപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച ആളുകളെ കേൾപ്പിക്കുന്നത്. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ. പക്ഷേ ഈ ഒരു കാര്യം സഹനം അവലംബിക്കുന്നവർക്കല്ലാതെ നേടാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ സവാബ്, അതിലുള്ള സംതൃപ്തി, അത് നേടാൻ കഴിയുന്നത് സഹനം അവലംബിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തില് ക്ഷമ കൈവരിക്കാനും സഹനം അവലംബിക്കാനും ഒക്കെ സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ, അത് നേടാൻ കഴിയുള്ളൂ. വമാ യുലഖാഹ, അത് നേടുന്നില്ല, അച്ചീവ് ചെയ്യുന്നില്ല, ഇല്ല സ്വാബിറൂൻ, സ്വാബിറുകളല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ സവാബ്, അത് നൽകുന്ന സംതൃപ്തി, സന്തോഷം, അതാണ് ഏറ്റവും ഉത്തമമായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ ഒരു സംതൃപ്തിയും ആ ഒരു നേട്ടവും, അത് ആ സവാബും ആ സവാബിന്റെ കാരണത്താലുള്ള സംതൃപ്തി, അത് സ്വാബിറുകളായ ആളുകൾക്കേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ആളുകള്, വേദജ്ഞാനമുള്ള ഇൽമുള്ള ആളുകള് ഈ സാധാരണ ജനങ്ങളോട് പറയുകയുണ്ടായത്. അള്ളാഹു ഈ സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന, ഈ സംഭവത്തിന്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ആയത്തുകളിൽ കൂടുതലായിട്ട് അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ആ ആയത്തുകൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാം. ഖാറൂന്റെ സംഭവം ഇവിടെ സൂറത്തുൽ ഖസസില് മക്കയിലെ ആളുകൾ അഭിസംബോധന ചെയ്തതിനെ തുടർന്ന് വിവരിക്കുന്നതിന് ഒരു താല്പര്യമുണ്ട്. അത് വളരെ സുതാര്യതയുള്ള ഒരു താല്പര്യമാണ്. മക്കയിലെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളുകയാണെങ്കിൽ അവരുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവര് ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ട പോലെയാകും. അവർക്ക് റാഞ്ചിയെടുക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരാകാതെ നിന്ന ആളുകളെയാണ് അള്ളാഹു ഖാറൂന്റെ കഥ ഇവിടെ കേൾപ്പിക്കുന്നത്. ഖാറൂൻ എല്ലാവിധ സമ്പദ് സമൃദ്ധിയും നൽകപ്പെട്ട ആളായിരുന്നു. പക്ഷെ അത് ഖാറൂന് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തില് പ്രയോജനപ്പെടുകയുണ്ടായോ എന്നതാണ് ചരിത്രത്തിലെ ഈ സംഭവങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളെക്കാളൊക്കെ വലിയ സമ്പൽ സമൃദ്ധി അനുഭവിച്ചിരുന്ന ആളാണ് ഖാറൂൻ. പക്ഷെ അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം എത്തുന്നത് വരെ മാത്രമാണ് അയാൾക്ക് പ്രയോജനം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അത് തട്ടിമാറ്റപ്പെടുമ്പോ ആ സമ്പൽ സമൃദ്ധിയൊന്നും അയാൾക്ക് പ്രയോജനം ചെയ്യപ്പെടുകയുണ്ടായിട്ടില്ല. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖാറൂനും അയാളുടെ പോലെയുള്ള മനസ്ഥിതിയുള്ള ആളുകളും
മനസ്സിലാക്കാതെ പോകുന്നത് എത്രയോ തലമുറകളെ ഇതുപോലെയുള്ള സമ്പൽ സമൃദ്ധിയും സാധ്യതകളും സ്വാധീനവും ആൾബലവും ഒക്കെ ഉണ്ടായിരുന്ന എത്രയോ തലമുറകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ തെറ്റായ നടപടിക്രമങ്ങളൊക്കെ കാരണമായിട്ട് എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. മക്കയിലെ ആളുകൾക്കും വലിയ പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. സമ്പൽ സമൃദ്ധി എന്നതൊക്കെ അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു നൽകുന്ന സംഗതിയാണ്. അത് ആരുടെയും പ്രയത്ന ഫലമായിട്ടുണ്ടായതാണ് എന്നൊന്നും നിഗളിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അള്ളാഹു അവസരങ്ങൾ കൊടുത്തതുകൊണ്ടും സാധ്യതകൾ തുറന്നു കൊടുത്തതുകൊണ്ടും ഒക്കെയാണ് ആളുകൾക്ക് സാമ്പത്തികമായി പുരോഗതി നേടാനൊക്കെ സാധിക്കുന്നത്. അതിന് അള്ളാഹു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടാണ്. അതിന്റെ പേരിൽ ആരും നിഗളിക്കേണ്ടതില്ല. അത് ആഖിറത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങളാണ്. അത് ആ നിലക്ക് കണ്ടുകൊണ്ട് അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നവർ മാത്രമാണ് അതുകൊണ്ട് ഗുണം നേടുന്നത് എന്നതാണ് വസ്തുത. ഹാറൂനെ സംബന്ധിച്ചിടത്തോളം അയാള് തുടർന്നുള്ള ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട് ആ സംഭവം. അയാൾക്ക് അയാളുടെ സമ്പൽ സമൃദ്ധിയും ആഡംബരവും ഒക്കെ പ്രയോജനം ചെയ്യുകയുണ്ടായോ എന്നത് നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവങ്ങള് മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിൽ അവർ പിന്തുടർന്നു വരുന്ന നിലപാടുകൾ ശരിയാണോ എന്നത് പുനഃപരിശോധന ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന, അതിന് അവർക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില സൂചനകളോ ചില ഉണർത്തലുകളോ ഒക്കെയാണ് അതിലടങ്ങിയിട്ടുള്ളത്. അപ്പോ ഈ സംഗതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തോടുകൂടി റമദാൻ പൂർത്തിയാവുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഈദാണ്, ഈദുൽ ഫിത്റാണ്. നമ്മുടെ നാട്ടില് ഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് റമദാന്റെ അവസാന ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ശരിയായ അടിത്തറയിലേക്ക് ശരിയായ മാനദണ്ഡങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിലൊക്കെ മാറ്റം ഉണ്ടാകും. എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുക എന്നത് വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രയാസകരമായ ഒരു സംഗതിയൊന്നുമല്ല. എന്തായാലും മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന സൗഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നാളെയും ഒരുപക്ഷെ ചിലർക്കെങ്കിലും മറ്റന്നാളൊക്കെ ആയിട്ട് ആഘോഷിക്കപ്പെടുന്ന ഈദുൽ ഫിത്ർ എല്ലാവർക്കും ഈദുക്കും മുബാറക്, കുല്ലു ആം വ അൻതും ബിഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.